ഹലോ മക്കളെ, നമ്മുടെ +1 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ഗ്രാഫുകൾ ഉണ്ട്. സോ നമ്മുടെ സുവോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. സോ ഗ്രാഫുകളെല്ലാം ഒരുമിച്ച് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകില്ല. അത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ എൻസൈമാറ്റിക് ആക്ഷൻ കാണിക്കുന്ന ഈ ഒരു ഗ്രാഫ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ അതെന്തായിട്ട് മാറും, പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അല്ല, സബ്സ്ട്രേറ്റ് ഒരിക്കലും നേരിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറാറില്ല. സോ സബ്സ്ട്രേറ്റ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ സം എമൗണ്ട് ഓഫ് എനർജി, കൂടുതൽ എനർജി എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം അല്ലെ. സോ സബ്സ്ട്രേറ്റ് കുറച്ച് എനർജി അബ്സോർബ് ചെയ്താണ് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ആക്ടിവേഷൻ എനർജി ഉപയോഗിച്ച് മാത്രമേ ഒരു സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ എൻസൈം ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം ഈ ഗ്രാഫ് ഈ താഴേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും ഒക്കെ സെയിം തന്നെ, പക്ഷേ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ഫോം ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അർത്ഥം ആക്ടിവേഷൻ എനർജി ഇത്രയും മതി എന്നുള്ളതാണ്. ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കുറഞ്ഞു എന്നതാണ്. സോ ദിസ് ഗ്രാഫ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമും, എന്നാൽ ഈ വലിയ ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈമുമാണ്. എൻസൈം ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറച്ചു മതി, എൻസൈം ഉപയോഗിക്കാത്തപ്പോൾ ആക്ടിവേഷൻ എനർജി കൂടുതൽ വേണം എന്നതാണ് ഈ ഒരു ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ്. ഇതിന്റെ ആക്സിസുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂളിനകത്തുള്ള ഒരു ഗ്രാഫ്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് ബയോമോളിക്യൂളിനകത്ത് തന്നെ ഉള്ള ടെമ്പറേച്ചർ, pH ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സ് ആണ് വിച്ച് ഇൻഫ്ലുവൻസ് എൻസൈമാറ്റിക് ആക്ഷൻ. എൻസൈമിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് pHും ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും. സോ ഇത് കാണിക്കുന്ന 3 ഗ്രാഫാണിത്. ഈ pHയിലെ ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ മിനിമം pH എന്ന് വിളിക്കുന്നത്. ഈ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നതിനാണ് നമ്മൾ ഒപ്റ്റിമം pH എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഏറ്റവും കൂടുതൽ, ഏറ്റവും താങ്ങാൻ പറ്റുന്ന മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ മാക്സിമം pH എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ ടെമ്പറേച്ചറിലും മിനിമം, മാക്സിമം, ഒപ്റ്റിമം ഉണ്ട്. ഇനി നമ്മുടെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ, ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ, ദ റേറ്റ് ഓഫ് റിയാക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ that reaches a maximum value, velocity അവസാനം കൂടി ഏറ്റവും അവസാനം ഒരു കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് വന്നു നിൽക്കുന്നതായിട്ടാണ് ആ ഗ്രാഫ് കാണിക്കുന്നത്. വെലോസിറ്റിയുടെ പകുതി, അതായത് Vmaxന്റെ പകുതിനെയാണ് നമ്മൾ Km, ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ Km എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഗ്രാഫിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ 3 പ്രധാനപ്പെട്ട ഗ്രാഫുകളാണിത്, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമാറ്റിക് ആക്ഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്, ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന, ദാറ്റ് ഈസ് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. സോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ്. ആ ഗ്രാഫിനകത്ത് നമ്മൾ ഒരു ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, രണ്ടാമത്തെ സൈഡിൽ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനുമാണ് വൈ ആക്സിസിലും എടുക്കുന്നത്. സോ ഈ ഗ്രാഫിന്റെ പേരാണ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത്, മറക്കരുത്. ദ നെയിം ഈസ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. പിന്നെ ചിലപ്പോൾ ചോദിക്കും ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കും. യെസ്, ഷേപ്പ് ആണ് ഇതിൻ്റെത്, അല്ലെങ്കിൽ സിഗ്മോയിഡ് ഷേപ്പ് എന്നും എഴുതാം. ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. യെസ് ഷേപ്പ് എന്നോ സിഗ്മോയിഡ് ഷേപ്പ് എന്നോ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഷേപ്പ് എഴുതാവുന്നതാണ്. ഈ ഒരു ഗ്രാഫിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിച്ച് ഡിഫറെന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ, ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്നുണ്ടാകുന്ന ഓക്സി ഹീമോഗ്ലോബിൻ എന്ന കോമ്പൗണ്ട് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് പഠിക്കാനായിട്ട് ഈ ഒരു ഗ്രാഫ് നമുക്ക് സഹായിക്കും. നമുക്കറിയാം, ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ വെരി ഹൈ കോൺസെൻട്രേഷൻ ഓർ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കണം, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കണം, H+ കോൺസെൻട്രേഷനും കുറവായിരിക്കണം, ടെമ്പറേച്ചറും കുറവായിരിക്കണം. ഈ കണ്ടീഷൻസിലാണ് ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ചേരുന്നത്. ഇവർ പിരിയാനാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആണ് വേണ്ടത്. അതെല്ലാം നമുക്ക് പഠിക്കാനായിട്ടാണ് ഈ ഒരു ഗ്രാഫ് നമ്മളെ സഹായിക്കുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് ഈ ഒരു ഗ്രാഫിന്റെ പേര്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഫിഗർ ഓഫ് കോഴ്സ് നമ്മുടെ ECGയുടെ ഗ്രാഫാണ്. ECG ഗ്രാഫിൽ 3 പ്രധാനപ്പെട്ട വേവുകളാണ് വരുന്നത്, P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്. P വേവ് സൂചിപ്പിക്കുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്.
QRS കോംപ്ലക്സ് സൂചിപ്പിക്കുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ് ആൻഡ് T വേവ് സൂചിപ്പിക്കുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ്. സോ ECG is a very important question. നമുക്ക് എന്തെങ്കിലും ഹാർട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫ് കൂടിയാണ് ECGയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് മക്കളെ നമ്മുടെ സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതിൽ കൂടുതൽ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ട് ഫിഗേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അതിന്റെ വീഡിയോയും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.